الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മറ്റിതര സമൂഹങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അനുഗ്രഹീതമാക്കിയ ഒരു ഉമ്മത്താണ്. എല്ലാ ആഴ്ചയും ആഘോഷ ദിനം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ആഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു ദിവസം അത് ആഘോഷ ദിവസമാണ്. ഇസ്ലാമിലെ മുഴുവൻ ആഘോഷങ്ങളെപ്പോലെ അത് ഈമാൻ വർദ്ധിപ്പിക്കുകയും തഖ്വ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആഘോഷമാണ്. അതാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച അവസാനത്തെ റസൂലിന്റെ അവസാനത്തെ സമുദായത്തിന് ആദ്യത്തെ ദിനം നിശ്ചയിച്ചു കൊടുത്തു അല്ലാഹ്. ജൂതന്മാരെക്കാൾ മുമ്പ്, ശനിയാഴ്ചക്ക് മുമ്പ്, ഈസാ നബിയുടെ ഉമ്മത്തിനേക്കാൾ മുമ്പ്, ഞായറാഴ്ചക്ക് മുമ്പ് വെള്ളിയാഴ്ച അത് അനുഗ്രഹീതമായ ദിനമാണത്. നമുക്ക് തിരിച്ചറിയാതെ പോയതാണത്. ആ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശ്രേഷ്ഠത, അതിലൂടെ ലഭിക്കുന്ന പുണ്യം, ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ, തഖ്വ വർദ്ധിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ഈ ഉമ്മത്തിന് വേണ്ടത്ര ബോധ്യമായിട്ടില്ല. എങ്കിൽ വെള്ളിയാഴ്ച ഈ രീതിയിലല്ല പരിഗണിക്കുക, നമ്മൾ ചെയ്യുക. എന്താണ് വെള്ളിയാഴ്ച നമ്മൾ നേടുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്? ഒരു പ്രദേശത്തെ മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. വഖ്ത് നമസ്കാരങ്ങളാണെങ്കിൽ ഓരോ ദിവസവും 5 നേരമുണ്ട്. ഇതിൽ നിന്ന് ഭിന്നമായി വെള്ളിയാഴ്ച അത് ഈദാണ്, വിശ്വാസിക്ക് ഈദാണ്. മറ്റ് ഈദുൽ അദ്ഹ പോലെ, ഈദുൽ ഫിത്ർ പോലെ തന്നെ അത് തോന്നിവാസത്തിന്റെ ദിനമല്ല. ഈമാൻ വർദ്ധിപ്പിക്കാൻ, പുണ്യം വർദ്ധിപ്പിക്കാൻ, തഖ്വ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്.
ആ വെള്ളിയാഴ്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു പ്രത്യേക നാഴികയുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിൽ വിശ്വാസികൾ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക നാഴികയുണ്ട്. ആ നാഴികയിൽ അള്ളാഹുവിന്റെ ദാസനായ അടിമ റബ്ബിനോട് എന്ത് ചോദിച്ചാലും റബ്ബ് നൽകും. ആദ്യം തൊട്ട് പങ്കെടുക്കണ്ടേ? നമ്മൾ ആദ്യം തൊട്ട് പങ്കെടുക്കണ്ടേ? ഇമാം ഖുത്ബ ആരംഭിക്കുന്നതിന് മുമ്പ് പങ്കെടുത്താലാണല്ലോ ഈ പുണ്യകരമായ നാഴിക നമുക്ക് ലഭിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ലല്ലോ പ്രിയ സഹോദരങ്ങളെ, ഇൽമ് നേടാനുള്ളൊരു അവസരം കൂടിയായിരുന്നല്ലോ ഇസ്ലാമിലെ ജുമുഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ച അവിടെ തിങ്ങിക്കീടുന്ന വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചും കാലികമായ വിഷയങ്ങളെക്കുറിച്ചും അപ്പോൾ തന്നെ വിവരം ഖുത്ബയിലൂടെ മിമ്പറിലൂടെ നൽകിക്കൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. ഇൽമ് വർദ്ധിപ്പിക്കാനുള്ള ഒരവസരം പ്രവാചകനെ സംബന്ധിച്ച് നമുക്കറിയാം. പ്രവാചകനെ സമീപിക്കുന്നത് പോലും വെള്ളിയാഴ്ച ആവണമെന്നില്ല. ഏത് സന്ദർഭത്തിലും പ്രവാചകനെ സമീപിക്കുമ്പോൾ സഹാബത്തിന്റെ ഇൽമ് വർദ്ധിക്കും, അവിടെ ഈമാൻ വർദ്ധിക്കും, തഖ്വ വർദ്ധിക്കും. അങ്ങനെയായിരുന്നല്ലോ. ഒരു സംഭവം പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും സഹാബത്ത് എങ്ങനെ പ്രവാചകന്റെ കാര്യങ്ങളെ നോക്കിക്കണ്ടു എന്ന്. ഒരു നമസ്കാരം, ജുമുഅ എന്നല്ല, ഒരു സാധാ നമസ്കാരം. നമസ്കാരത്തിൻ്റെ ഇടയിൽ റസൂലുള്ള ചെരുപ്പ് അഴിച്ചു മാറ്റി, ചെരുപ്പിട്ട് നിസ്കരിച്ചത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുമോ? പരിശുദ്ധമായ മദീന പള്ളിയിൽ ചെരുപ്പിട്ട്, പൂഴിമണ്ണല്ലേ അടിയിൽ പൂഴിമണ്ണല്ലേ. നമ്മുടെ പള്ളിയേക്കാൾ 1000-നേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുന്ന പള്ളി പൂഴിമണ്ണാണ്. മഴ പെയ്താൽ പലയിടത്തും ചെളിക്കെട്ടും. ആ പള്ളിക്കാണ് ഈ പുണ്യം എന്തെന്ന് പറഞ്ഞതേ. നമ്മൾ വിചാരിച്ചത് അതിനുപയോഗിച്ച ഇഷ്ടികയും മാർബിളും വാർക്കയും കോൺക്രീറ്റിന്റെ അനുസരിച്ചാണ് പുണ്യം കൂടാന്നല്ല. നമ്മൾ ഈ പള്ളിയെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് ആ പള്ളിയുടെ മഹത്വം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുപയോഗിച്ച വസ്തുക്കളുടെ വില അനുസരിച്ചല്ല. ഇന്നാളുകൾ മത്സരിക്കുന്നുണ്ട്, പള്ളി നിർമ്മിക്കുമ്പോൾ ആർഭാടങ്ങളായി മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഹിദായത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു സംഗതി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ചെരുപ്പ് അഴിച്ച് അല്പം ഇടതുവശത്ത് പിന്നിലാക്കി നീക്കി നിർത്തി. ഇത് കണ്ടപ്പോൾ സഹാബത്ത്, മുന്നിലുള്ള സഹാബത്ത് അവരെ ചെരുപ്പും അഴിച്ചു. അതേപോലെ ചെയ്തു. നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ ചെരുപ്പ് അഴിച്ചു വെക്കണുണ്ടല്ലോ, എന്താ പ്രശ്നം? നിസ്കാരത്തിന് ചെരുപ്പഴിച്ചെന്താ നിങ്ങൾ? റസൂലുള്ളാഹി അഴിക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ അഴിച്ചു. അന്ന് വരെ കണിശമായി ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് അവരുടെ ഒരു വിഷയമായിരുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, നമസ്കരിച്ചു കൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വഹി നൽകി എൻ്റെ ചെരുപ്പിൽ ഒരു അഴുക്കുണ്ട് എന്ന്. നോക്കുക, നമസ്കരിച്ചു കൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ ചെരുപ്പിൽ എന്തോ നജസ്സുണ്ട് എന്ന് എനിക്ക് വഹി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെരുപ്പ്, നിങ്ങളയക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളെ വിഷയം എന്താണ്? റസൂലുള്ളാഹിയുടെ ഓരോ നിമിഷവും അവർ ഒപ്പിയെടുക്കായിരുന്നു. മതപരമായൊരു വിഷയമായിരുന്നില്ല അത്, ആ ചെരുപ്പ് മാറ്റല്. എന്നുവെച്ചാൽ അവർ ചെയ്യേണ്ട നമസ്കാരത്തിൻ്റെ ഒരു ഏർപ്പാടല്ലല്ലോ. ധരിച്ച് നിസ്കരിക്കാം, ധരിക്കാണ്ട് നിസ്കരിക്കാം, ചെരുപ്പിന്റെ മീതെ കയറി നിസ്കരിക്കാം, ചെരുപ്പ് അടുത്തിട്ടിട്ട് നിസ്കരിക്കാം. അതുവരെ കണിശമായി അവർ ശ്രദ്ധിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവരുടെ ഇൽമ് വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ്. കൂടാതെയാണ് വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രവാചകന്റെ വിലയേറിയ സാരോപദേശങ്ങൾ. തഖ്വ കൊണ്ടുള്ള വസിയത്ത് നിർബന്ധമായിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. നമ്മുടെ ആഗ്രഹം അതാണ്, നമ്മുടെ തഖ്വ വർദ്ധിക്കണം എന്നതാണ്. നമ്മുടെ ഇൽമ് വർദ്ധിക്കുമ്പോൾ തഖ്വ വർദ്ധിക്കും, അതിനനുസരിച്ച് അമലിന് മാറ്റം ഉണ്ടാവും.
അതനുസരിച്ച് പുണ്യം നേടും. അതുകൊണ്ട് ഇസ്ലാം വിജ്ഞാനം കരസ്ഥമാക്കുക എന്ന വിഷയത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തു. നമ്മൾ ഇന്ന് പ്രാമുഖ്യം കൊടുക്കാത്ത പോലെ. നിങ്ങളൊരു വാക്യം കേട്ടിട്ടുണ്ടാവും, തലബൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിജ്ഞാനം സമ്പാദിക്കുക എന്നത് ഒരു മുസ്ലിമിനും മുസ്ലിമത്തനായ പെണ്ണിനും നിർബന്ധ ബാധ്യതയാകുന്നു എന്ന വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു വിശ്വാസി അറിവ് കിട്ടാവുന്ന ഒരു സന്ദർഭത്തെയും പാഴാക്കി കളയില്ല. ആ അറിവ് സമ്പാദനത്തിൽ വളരെ സുപ്രധാനമാണ് മിമ്പറിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം. അത് ലഭിക്കണമെങ്കിൽ ആദ്യമത്തെ നമ്മൾ മുന്നേ തീരുമാനിച്ചിരിക്കാൻ ഇത്ര നിസ്കാരം ആരംഭിക്കുന്നതോടുകൂടിയേ ഞങ്ങൾ എത്തുന്നുള്ളൂ, നിസ്കാരം കിട്ടുമല്ലോ എന്നാണ്. ഈ ജുമയിൽ ഏറ്റവും യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സൂറത്തുൽ ജുമയിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ വെള്ളിയാഴ്ച ക്ഷണിക്കപ്പെടുമ്പോൾ അള്ളാന്റെ ഉത്ബോധനത്തിലേക്ക് ധൃതി കാണിക്കുക എന്നാണ്. ഇലാ ദിക്രില്ലാഹ്. കാരണം വ്യാഴാഴ്ച ഉച്ചക്കാര് വന്നിരുന്നതാണ്, വ്യാഴാഴ്ച അസറിനവർ വന്നവരാണ്, മഗ്‌രിബിനും പള്ളിയിൽ വന്നവരാണ്, ഇശായിനും വന്നവരാണ്, വെള്ളിയാഴ്ച സുബഹിക്ക് വന്നവരാണ്. പിന്നെന്തി പറഞ്ഞത്? ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അള്ളാഹുവിലേക്കുള്ള ഉത്ബോധനം, അതിനുവേണ്ടി ധൃതിപ്പെട്ട് വരിക എന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം അറിവുള്ളവനും അറിവില്ലാത്തവനും സമമല്ല. അത് തന്നെ പ്രശ്നം. അള്ളാഹ് പറയാണ്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാണ്, ഒരു അക്ഷരമാണ് അറിവായി ലഭിച്ചതെങ്കിൽ അത് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു വാക്കാണ് അറിവായി ലഭിച്ചതെങ്കിൽ, ഒരു വാക്യമാണ് അറിവായി ലഭിച്ചതെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന് നഷ്ടപ്പെടുത്തില്ല. അള്ളാഹ് പറയുന്നത് ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അറിവ് നേടാൻ പറ്റുന്ന എന്തൊരു സന്ദർഭങ്ങളുണ്ടോ അതൊരിക്കലും നമ്മൾ പാഴാക്കി കളയില്ല. കാരണം അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അറിവെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാർ ദുനിയാവിൽ വലിയ സ്കോളേഴ്സ്, സർട്ടിഫിക്കറ്റുകൾ, കോഴ്സുകൾ പാസ്സായ ആൾ, അതൊരു അറിവല്ലേ? അതറിവാണ്. മതപരമായ അറിവിനെ നമ്മൾ വേറെ പറയുന്നു. ഇത് ഏതറിവിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതറിവാണ്? രണ്ടും നമുക്ക് പഠിക്കണം. രണ്ടറിവ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹ് പറയുന്നു, യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഉയർത്തിക്കൊടുക്കുന്നു. വല്ലദീന ഊത്തുൽ ഇൽമ. വിജ്ഞാനമുള്ളവർക്കും ദറജാത്തിൻ, ഉന്നതമായ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം ഉൾക്കൊണ്ടവർക്കും അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ലക്ഷ്യം കൂടി മനസ്സിൽ വിചാരിച്ചോ. ജുമാ നിർബന്ധമാണ്, പങ്കെടുക്കണം. അതോടൊപ്പം എനിക്ക് ഖുതുബയിൽ നിന്ന് ഇൽമ് നേടാൻ കഴിയണം. കാരണം ഇൽമ് നേടാൻ പുറപ്പെട്ടതാണെങ്കിൽ റസൂലുള്ള പറയാണ്, അള്ളാഹു അവന് സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൽമ് തേടി പുറപ്പെടുന്ന മനുഷ്യന് അള്ളാഹു സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ജീവജാലങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. റസൂൽ പറഞ്ഞു, മാളങ്ങളിലെ ഉറുമ്പുകൾ പോലും, നോക്കിയ നിങ്ങൾ, എണ്ണി തീർക്കാൻ കഴിയാത്ത ഉറുമ്പുകൾ റബ്ബിനോട് ഇൽമ് തേടുന്ന ആൾക്ക്, ഇൽമിന്റെ വഴിയിൽ ഇൽമ് തേടുകയോ അറിയുകയോ അറിയിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഉറുമ്പുകൾ പോലും റബ്ബിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനൊരു നിർബന്ധിതമായ അവസരമുണ്ടായിട്ട്
അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ നഷ്ടം? സത്യത്തിൽ അറിവ് രണ്ട് വിധമുണ്ട് എന്ന് തന്നെ പറയണം. ചില പണ്ഡിതന്മാരൊക്കെ അറിവിനെ രണ്ടാക്കി പറയേണ്ട. അറിവല്ലേ, ഇൽമല്ലേ, നല്ലതല്ലേ? ഒന്ന് അല്ല, രണ്ട് തന്നെയാണ്. ഭൗതികമായ അറിവും ആത്മീയമായ അറിവും എന്ന രണ്ട് വാക്കുപയോഗിച്ച് നമ്മൾ പറയും. അത് ഭൗതികമായ അറിവ്, മതപരമായ അറിവ് എന്നൊക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്തി തന്നെ പറയണം. കാരണം ഭൗതികമായ അറിവിൽ അമ്പിയാക്കൾ വളരെ പിന്നിലായിരുന്നു. അവരെക്കാൾ വിവരമുള്ളവർ അന്ന് വേറെ ആൾക്കാരുണ്ടാണ്, അവിശ്വാസികളിലുണ്ടായിരുന്നു ഭൗതിക അറിവ്. പക്ഷേ ആത്മീയമായ അറിവ് പഠിപ്പിക്കാനാണ് അമ്പിയാക്കളെ അള്ളാഹു നിയോഗിച്ചത്. അല്ലെങ്കിൽ അതിലും അവർ തന്നെ ആയിരിക്കണ്ടേ മുന്നിൽ. അറിവ് രണ്ടും ഒന്നാണെങ്കിൽ ശ്രദ്ധിച്ചേ നിങ്ങൾ, അമ്പിയാക്കളാകണമല്ലോ ഏറ്റവും മുന്നിൽ. ജനങ്ങളെ പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിക്കുന്ന അമ്പിയാക്കളെ അല്ലേ? അപ്പോ ഇവിടെ അറിവ് രണ്ട് വിധമായത് എന്തുകൊണ്ടാണ്? രണ്ടിൻ്റെയും സ്രോതസ് രണ്ടാണ്. വേർതിരിച്ച് പഠിക്കണം കേട്ടോ. രണ്ടറിവിൻ്റെയും സ്രോതസ് രണ്ടാണ്, ലക്ഷ്യം രണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം അതിലുണ്ടാവും. അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞെന്താ? ഖുൽ ഹുവല്ലദീ അൻശഅകും, നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിയുണ്ടാക്കിയത് അള്ളാഹുവാണ്. വജഅല ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് കേൾവി ശക്തി നൽകി അള്ളാഹു. വൽ അബ്സാറ, കാഴ്ച ശക്തിയും നൽകി. വൽ അഫ്ഇദ, ചിന്താശേഷിയും അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഖലീലൻ മാ തശ്കുറൂൻ, അതനുസരിച്ച് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല, വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സഹോദരങ്ങൾ എന്തീ പറഞ്ഞത്? കേൾവി, കാഴ്ച, ആ കണ്ടത് കേട്ടത് അറിഞ്ഞത് വെച്ച് ചിന്തിച്ചിട്ട് മനുഷ്യ ചിന്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറിവ് വളർത്തുന്ന, അതെല്ലാം ഭൗതികമായ അറിവ് മാത്രമാണ്. ഭൗതികമായ അറിവിൻ്റെ സ്രോതസ് മനുഷ്യ ബുദ്ധിയും മനുഷ്യ ചിന്തയും മനുഷ്യ ഗവേഷണവും നിരീക്ഷണവുമാണ്. ഒരു മനുഷ്യന്മാർ ഉയർന്നു പോകാറുണ്ട്, എന്നിട്ട് എല്ലാവരും ഹിദായത്തിലാവാത്തത് എന്താ? വലിയ വലിയ ശാസ്ത്രന്മാരാണ്, ദൈവ നിഷേധികളായ ശാസ്ത്രന്മാരില്ലേ? എന്തേ? ഹിദായത്ത് കിട്ടിയില്ല, ഇൽമില്ല. അവർക്ക് ഇൽമുണ്ട്, ഭയങ്കരമാണ്. വ്യത്യാസം നമുക്ക് വ്യത്യാസം മനസ്സിലാവും. എന്നാൽ മതപരമായ അറിവ്, ആത്മീയമായ അറിവ്, അതിൻ്റെ സ്രോതസ് അല്ലാഹുവിൻ്റെ വഹയാണ്. രണ്ട് സ്രോതസ്സാണ്. മനുഷ്യ ബുദ്ധി വെച്ചിട്ടല്ല, മനുഷ്യ യുക്തി വെച്ചിട്ടല്ല മതപരമായ അറിവ് ലഭിക്കുന്നത്. അത് ആകാശലോകത്തുനിന്ന് അള്ളാഹു പ്രത്യേകം അമ്പിയാക്കൾക്ക് നൽകുന്ന വഹിയിലൂടെയാണ് ആ അറിവിൻ്റെ സ്രോതസ്. മറ്റത് മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും യുക്തിയും എല്ലാം പ്രയോജനപ്പെടുത്താൻ വേണ്ടാന്നൊന്നല്ലേ പറഞ്ഞ്. മനുഷ്യബുദ്ധി ഉപയോഗിക്കേണ്ടാന്നോ, യുക്തി ഉപയോഗിക്കേണ്ടാന്നോ, ചിന്താശേഷി വേണ്ടാന്നൊന്നല്ലേ പറഞ്ഞത്. പക്ഷേ രണ്ടിൻ്റെയും സ്രോതസ് രണ്ട്. എന്താ ഭൗതികമായ ഈ അറിവ് കൊണ്ട് നേടാനുള്ളത്? ഒരുപാട് നേടാനുണ്ട് ഭൗതികമായ അറിവ് കൊണ്ട്. ആ ഭൗതികമായ അറിവില്ലെങ്കിൽ വലിയ കഷ്ടനഷ്ടങ്ങൾ ദുനിയാവിൽ മനുഷ്യന് സംഭവിക്കും. മനുഷ്യ ജീവിതത്തെ സുഗമമാക്കുക എന്നതാണ് ഭൗതിക വിജ്ഞാനത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ഗവേഷണങ്ങളുടെ ഒക്കെ ലക്ഷ്യം. എളുപ്പമുണ്ടാക്കുക. ഭാരം വലിച്ച് വിഷമിച്ച കുനിഞ്ഞുപോയ മനുഷ്യര്, ഭാരം തലയിൽ വഹിച്ചിട്ടേ സഹിക്കാനാവാതെ വിഷമിച്ചുപോയ മനുഷ്യര് ചക്രം കണ്ടെത്തിയപ്പോഴോ, ചക്രം, ഭാരമുള്ള വസ്തുക്കൾ ചക്രമുള്ള ഒരു വേടകത്തിൽ വെച്ച് വലിച്ചു കൊണ്ടുപോകാൻ പറ്റിയപ്പോൾ എത്ര ആശ്വാസമായി എടുത്തത്. ആലോചിച്ച് നോക്കിയ നിങ്ങൾ. മനുഷ്യ ജീവിതത്തെ സുഗമമാക്കുക എന്നതാണ് ഭൗതിക വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങളെയും ആപത്തുകളെയും പരമാവധി പ്രതിരോധിക്കുക എന്നതും ഭൗതിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. ഇവിടെ ജീവിക്കാൻ അത് മതിയാവും.
പക്ഷേ മരണാനന്തരമുള്ള ജീവിതത്തിന്റെ വിജയത്തിന് ഈ കോഴ്സ് പോരാ. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ആഗ്രഹിക്കുമ്പോൾ ഏത് കോഴ്സാണ് കൊടുക്കണേ? ദുനിയാവിൽ വിജയിക്കുന്ന കോഴ്സ്. ആഖിറത്തിനോ? ഒന്നും പഠിച്ചില്ല നമ്മളെ മക്കള്. പണ്ട് മദ്രസയിൽ പോയിരുന്നല്ല, 3, 4, 5 പോയി. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയപ്പോൾ 2 കൂടി നടക്കൂല എന്ന് അമ്മനെ നമ്മൾ തീരുമാനിച്ചു. അവിടെ അവൻ്റെ പഠനം കഴിഞ്ഞു. മുതിർന്നിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും കേട്ടിട്ടില്ല. നമ്മുടെ മോള് വലുതായിക്കൊണ്ടിരുന്നു, നമ്മുടെ മോൻ വലുതായിക്കൊണ്ടിരുന്നു. അവർ വല്ല ദീൻ കേൾക്കണ്ട? കേൾക്കുന്നേ ഇല്ല, ഒന്നും അറിയില്ല. പണ്ട് മദ്രസയിൽ പോയി എന്നുള്ള ഒറ്റ സമ്മാനത്തിൽ ഇരിക്കുക നമ്മളിപ്പോഴും. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? മരണശേഷമുള്ള ശാശ്വത ജീവിതത്തിൻ്റെ വിജയത്തിന് അതിനാണ് മതപരമായ അറിവ് അനിവാര്യം എന്ന് പറഞ്ഞത്. അല്ലാഹു 2 തരത്തിലുള്ള ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അറിവ് നമുക്ക് വർദ്ധിപ്പിച്ച് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ആദമിനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ വെച്ചല്ല, ആകാശലോകത്ത് വെച്ചാണ്. ഹവ്വായിനെ സൃഷ്ടിച്ചതും അവിടെ വെച്ചാണ്. ആദമിന്റെ മക്കളാണ് ഭൂമിയിൽ പിറന്നത്. ആദമും ഹവ്വാവും ആകാശലോകത്താണ് സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ പ്രത്യേകത അല്ലാഹു നിർണയിച്ചു. ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഇൽമ മനുഷ്യന് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അർളഹും അലൽ മലായികതി ഫഖാല അംബിയൂനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സ്വാദിഖീൻ. ആദമിന് അല്ലാഹു എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അവിടൊക്കെ ആവശ്യമില്ലത്, അവിടൊക്കെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഇവിടക്ക് വരുമ്പോൾ ആവശ്യമുള്ളതാണ്. നാമങ്ങൾ, വസ്തുക്കൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഇത് മലക്കുകളുടെ മുന്നിൽ മനുഷ്യന്റെ പ്രത്യേകത ഒന്ന് ബോധ്യപ്പെടുത്താണ് അല്ലാഹ്. ഈ പഠിപ്പിക്കപ്പെട്ട വസ്തുക്കളും വസ്തുതകളും മലക്കുകളുടെ മുന്നിൽ അല്ലാഹ് ഹാജരാക്കി. മലക്കുകളോട് ഈ പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഈ പേരൊക്കെ ഒന്ന് പറഞ്ഞാ നിങ്ങള് മലക്കുകളോടെ. മനുഷ്യന്മാരെ ഇനി അങ്ങനെ എന്തിനാ അല്ലാഹ് പടക്കണ്ണൊക്കെ ചോദിച്ചതല്ലേ. ഈ മനുഷ്യനെന്താണെന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അവരെന്താ പറഞ്ഞത് മലക്കുകൾ? ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നാദാ, ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കിട്ടും? ഞങ്ങൾക്ക് നീ അത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. നീ എത്ര പരിശുദ്ധനാണ്. നീ പഠിപ്പിക്കാത്ത ഒരു ഇൽമും ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ. ഞങ്ങൾക്കതിൻ്റെ നാമങ്ങളും പറയാൻ ലഭിക്കില്ല. അപ്പോഴാണ് അല്ലാഹു ആദമിനോട് പറഞ്ഞു, മലക്കുകൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അവിടെ തന്നെ ഒരു അധ്യാപകനാക്കി ആദമിനെ, മലക്കിന്റെ അധ്യാപകൻ. ഇൽമിന്റെ പ്രത്യേകത പഠിച്ചോളൂ നിങ്ങൾ, ഇൽമിന്റെ പ്രത്യേകത പഠിച്ചോളൂ നിങ്ങൾ. മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഓരോ നാമങ്ങളും. അള്ളാഹുവിന്റെ ഏറ്റവും പരിശുദ്ധരായ സൃഷ്ടികളല്ലേ മലക്കുകൾ. ആ മലക്കുകൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത മനുഷ്യനുണ്ട് എന്ന് അവിടെ വെച്ച് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. ഇതാണ് ഭൗതികമായ അറിവ്.
ചുരുക്കി പറയാം, ഇത് ഭൗതികമായ അറിവാണ്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യം വരുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. ആദവിനേക്കാൾ കൂടുതൽ പഠിക്കാൻ ആദവിൻ്റെ മക്കൾക്ക് പറ്റും. അവരുടെ മക്കൾ അതിനേക്കാൾ കൂടുതൽ പഠിക്കും. അവരുടെ മക്കൾ വീണ്ടും ഗവേഷണം ചെയ്യും. അവരുടെ ഭൗതികമായ അറിവ് വർദ്ധിച്ച് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഭൗതിക വിജ്ഞാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അതിങ്ങനെ വളരെ നിൽക്കൂല. പക്ഷേ അതുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിന് വിശേഷമില്ല. അതും ആദമിനോട് അള്ളങ്ങടെ അയക്കുമ്പോൾ പറഞ്ഞു, ആദമേ, ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ നിനക്ക് ഇവിടെ തന്നെ ഞാൻ പഠിപ്പിച്ചെന്നുണ്ട്. സുഖമായിട്ട് ജീവിക്കാം, ഭക്ഷണം കിട്ടും, ഓരോ ആവശ്യം എന്താണ് അതിനനുസരിച്ച് നിന്റെ മക്കൾ അതിന് നന്നായി പഠിച്ചോളൂ, അവരുടെ മക്കൾ അതിനേക്കാൾ നന്നായി പഠിച്ചോളൂ, അതൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മരണമുണ്ട്. യഥാർത്ഥ ജീവിതം പരലോകത്തിലാണ്. അവിടെ വിജയിക്കണമെങ്കിൽ ഈ ഇൽമു പോരാതെ വരും. എന്നിൽ നിന്ന് ഹിദായത്ത് വന്നു കിട്ടുമ്പോൾ അതിനെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. അതിനെയാണ് നമ്മൾ മതപരമായ ഇൽമ് എന്ന് പറയുന്നത്. രണ്ടും മനസ്സിലായല്ലോ, രണ്ടും രണ്ടാണെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഭൗതികമായി ഉയർന്നു പഠിച്ച ആള് ഏറ്റവും നല്ല ദൈവവിശ്വാസി ആകേണ്ടതായിരുന്നല്ലോ, ആയില്ലല്ലോ. ആവുകയോ ആകാതിരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? എല്ലാ ശാസ്ത്രന്മാരും അങ്ങനെ ഭക്തരായി മാറിയോ? അള്ളാഹ് പറയുന്ന വലിയ ശാസ്ത്രന്മാരുണ്ടായിട്ടുണ്ടല്ലോ. അള്ളാഹിനെ തന്നെ നിരാകരിക്കുന്ന. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആഴ്ചകളിൽ ഈ രണ്ട് ഇൽമുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, ഭൗതികമായ അറിവ് ഒരു വശം, മതപരമായ മറ്റൊരു വശം, ഇത് രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ വിശ്വാസിക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിക്കാവുന്ന ഒരു വിഷയം ഇൻഷാ അല്ലാഹ് തുടർച്ചയായി നമുക്ക് നിങ്ങൾ മിസ്സാക്കരുത്. ഒരു കുത്തുവേ ഇത്രയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു വിഷയം, വെറും വായനല്ല. അതുകൊണ്ട് മിസ്സാക്കാതെ വന്നാൽ ഈ രണ്ട് ഇൽമും മാത്രമല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഭൗതികമായിട്ട് ഇപ്പൊക്കെ ചേർക്കാനുള്ള തിരക്കിലല്ലേ. SSLC കഴിഞ്ഞവരും +2 കഴിഞ്ഞവരും അടുത്ത ഉപരിപഠനം ഓരോന്നിനും. എൻ്റെ പേരമക്കൾ പരലോകത്തിലും രക്ഷപ്പെടണം, വിജയിക്കണമെന്ന ആഗ്രഹം ആ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭൗതികമായ അറിവിൽ ഒരു പ്രധാന സ്രോതസ്സാണ് കാഴ്ച, കണ്ണ്. ഇവിടെ അള്ളാഹു പറഞ്ഞില്ലേ, കാഴ്ചയും കേൾവിയും. കാഴ്ചയില്ലാത്ത മനുഷ്യന്മാരെ ദുരിതം ആലോചിച്ചിരുന്നു. കേൾവിയില്ലാത്ത മനുഷ്യന്മാരെ. കഴിഞ്ഞ ദിവസം ഒരു സംഘം ആളുകൾ ഇവിടെ വന്നു, പള്ളിയിൽ വന്നു. തമിഴ്നാട്ടിൽ നിന്ന് അവർ വന്നു, തേനി ജില്ലയിൽ വന്നു. കണ്ണ് കാണാത്ത കുറെ മനുഷ്യരുടെ ഒരു ഗ്രാമത്തിൽ, അവിടെ കണ്ണ് കാണാത്തവരധികം പൊതുവിശ്വാസികൾ. നമ്മളെ പോലത്തെ സമ്പന്നർ ആരും തന്നെ ഇല്ല. എന്നാലോചിച്ചൊക്കെ, അവർക്ക് പള്ളി നടത്തിക്കൊണ്ടു പോകണം, അവർക്ക് മദ്രസ നടത്തിക്കൊണ്ടു പോകണം. ഈ കണ്ണ് കാണാത്ത മനുഷ്യരെ വളർത്തണം, സംരക്ഷിക്കണം. ദൂരെയാണ് അവിടെ ഖബർസ്ഥാൻ. അടുത്തൊരു സ്ഥലം കിട്ടാൻ രജിസ്ട്രേഷൻ വേണ്ടിയൊക്കെ അവർ റെഡിയായി. പൈസ ഇല്ല. നമുക്ക് അത്ഭുതം തോന്നുന്നു അവർ പറയണ പൈസ കേട്ടാൽ. അതിപ്പോൾ ഒരാൾ വിചാരിച്ചാൽ കിട്ടൂല എന്ന് ഇവിടുത്തെ അവസ്ഥ വെച്ച് നമ്മൾ ചിന്തിക്കും. നമ്മൾ അറിയാണ്ട നമ്മളൊരു 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ കേരളീയ അവസ്ഥ ആണ് അവിടെ ഈ പറഞ്ഞ സ്ഥലത്ത്. പൊതുവിശ്വാസികൾ അവർ ഞെരുങ്ങാണ്. ആ ഡേറ്റ് പലതവണ മാറിപ്പോയി. രജിസ്ട്രേഷൻ പൈസ ഇല്ലാണ്ട് അവരാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിവിടെ ജുമയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ അറിയിക്കണമെന്നും അവരെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും ഇവിടുത്തെ പള്ളി ഭാരവാഹികൾ അവർ അറിയിച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോൾ സങ്കടം വരിക നമുക്ക്. നമ്മളവിടുത്തെ അവസ്ഥ വെച്ച് നമ്മൾ അത് ആലോചിച്ചാലും മനസ്സിലാവില്ല. അതുകൊണ്ട്
ഇന്ന് എല്ലാവരും കരുതിക്ക് വേണമെന്നില്ലല്ലോ, ഇന്ന് ഉള്ളവർ അതിലേക്കായി ഒരുപാട് സാധാരണ 10-20 ഇടുന്ന രീതി, അതല്ല ഉദ്ദേശിച്ചത്. ഒരു ചെറിയ സ്ഥലം അവർക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടാനും കൂടി നമ്മുടെയും കൂടി, നമ്മൾ മാത്രമായിരിക്കില്ല, വേറെ അടുത്തുള്ള പള്ളിയിലൊക്കെ അവർ പോയിട്ടുണ്ടാവും. തീരെ കരുതാത്തവർ അടുത്ത വെള്ളിയാഴ്ച അത് കരുതി വന്ന് ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഇത് നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തിലേക്കുള്ളൊരു വഴി കൂടിയാണ്. കണ്ണു കാണാത്തവനെ വെളിച്ചത്തിലേക്ക് നയിക്കുമ്പോൾ അന്ധതയിൽപ്പെട്ട നമ്മെ അള്ളാഹു വെളിച്ചത്തിലേക്ക്, സ്വർഗത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.